മലയാറ്റൂരിലെ ചിത്രപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിച്ചു വരികയാണെന്ന് ജില്ലാ പോലീസ് മേധാവി എം ഹേമലത. കൂടുതൽ പേർ പ്രതികളായിട്ടുണ്ടെന്ന് പരിശോധിക്കും. പെൺകുട്ടിയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടെന്നും SP വ്യക്തമാക്കി. ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് അലൻ തലിക്കടിച്ചു കൊന്നത് കൃത്യമായി ആസൂത്രണത്തിലൂടെയാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ഇൻവെസ്റ്റിഗേഷൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേജാണ്. നമുക്ക് കുറച്ചും കൂടി തെളിവുകളൊക്കെ കിട്ടാനുണ്ട്. അത് നമ്മളിപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫോർമൽ ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫർദർ ഇതിൽ അടുത്തുള്ള കാര്യങ്ങൾ വേറെ ആരെങ്കിലും ഇൻവോൾവ്മെൻറ്റ്സ് ഉണ്ടോ, ഇപ്പോൾ പാരൻസ്ക്ക് വേറെ ആരെങ്കിലും മേലും സംശയങ്ങളുണ്ടോ, അവരുടെ മൊഴികളും എലാബറേറ്റായിട്ട് രേഖപ്പെടുത്താറുണ്ട്. യെറ്റ് ടു ഫൈൻ ഇൻവെസ്റ്റിഗേഷൻ്റെ ആദ്യത്തെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഫോൺ രേഖകൾ അതായത് വിക്ടിമിൻ്റെ ഫോണും കാര്യങ്ങളൊക്കെ പരിശോധനയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവുകൾ നമുക്ക് കിട്ടുമ്പോഴാണ് എക്സാക്ട് റീസണും കാര്യം നമുക്ക് കിട്ടാനുണ്ടാവും. പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഫൈൻഡിങ്സിൽ നമുക്ക് കിട്ടിയത് അവിടുത്തെ ഒരു ലാറ്ററൈറ്റ് സ്റ്റോൺ കൊണ്ടുള്ള വയലൻറ്റ് ആക്ടിലാണ് മരണപ്പെട്ടതായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഫർദർ ക്വസ്റ്റനിങ്ങും ഡോക്ടേഴ്സിൻ്റെ മൊഴികൾ രേഖപ്പെടുത്താം. കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്തിയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടിയ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അക്യൂസ്ഡ് ബാക്കി ഡീറ്റെയിൽസിലൊക്കെ കിട്ടി. അതിൽ നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ നമ്മൾ റിമാൻഡിലും ആക്കിയിട്ടുണ്ട്. കസ്റ്റഡി എടുത്തിട്ട് ഫർദർ ക്വസ്റ്റനിങ് ചെയ്യാനുണ്ട്. നിഷ ദിലീപ് വിശദാംശങ്ങൾ നൽകും. നിഷ, ഈ 19-കാരിയുടെ കൊലപാതകം അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. ഈ കൊലപാതകത്തിന് ശേഷം പിന്നീട് അലൻ എന്ന ആൺ സുഹൃത്ത് പിടിയിലാകുന്ന ഘട്ടത്തിൽ തന്നെ ഇയാൾ ഈ കുറ്റസമ്മതം നടത്തുകയും ഒക്കെ ചെയ്തു. എന്തായാലും ഇയാളുടെ ഫോണും മറ്റും പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഈ കൊലപാതകം കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് എന്നതിൻ്റെ ഒരു കൃത്യമായ ചിത്രം പോലീസിന് ലഭിക്കുമല്ലോ. ഗൗതം, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. മലയാറ്റൂർ സ്വദേശിയും ബംഗളൂരുവിലെ ഏവിയേഷൻ വിദ്യാർത്ഥിയുമായ ചിത്രപ്രിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരാളാണ് നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത് എന്നാണ് എറണാകുളം റൂറൽ SP എം ഹേമലത വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലിപ്പോൾ ഈ നിലവിൽ ഒരാളാണ് കസ്റ്റഡിയിലുള്ളത്. ഈ അലനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. അലൻ റിമാൻഡിലാണ്. ഈ റൂറൽ SP പറഞ്ഞതനുസരിച്ച് ചിത്രപ്രിയയുടെ ഫോൺ വിശദമായി ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. കാരണം ഈ അലൻ ചിത്രപ്രിയയുടെ സുഹൃത്താണ്. ഈ അലനുമായുള്ള ചിത്രപ്രിയയുടെ ബന്ധം അത് ഏത് രീതിയിലായിരുന്നു, അതൊക്കെ കൂടുതൽ വ്യക്തമാകണമെങ്കിൽ, അല്ലെങ്കിൽ കൃഷ്ണപ്രിയ മറ്റാരെങ്കിലും ഈ ഫോണിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ, എന്താണ് ഇവർക്കിടയിലുണ്ടായ പ്രശ്നം, ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകണമെങ്കിൽ ചിത്രപ്രിയയുടെ ഫോൺ വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണ് എന്നാണ് റൂറൽ SP വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ചിത്രപ്രിയയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കഴിഞ്ഞ 6-ാം തീയതിയാണ് ചിത്രപ്രിയയെ കാണാതാകുന്നത്. ഇത് സംബന്ധിച്ച് മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകുന്നു. 8-ാം തീയതി ഈ ചിത്രപ്രിയയുടെ 3 സുഹൃത്തുക്കൾ അറസ്റ്റിലാകുന്നു. ഒപ്പം തന്നെ ചിത്രപ്രിയയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണവും പുരോഗമിക്കുന്നതിനിടെയാണ് ഈ മലയാറ്റൂരിനടുത്തുള്ള സെബിയൂരിൽ നിന്നും അവിടെ ദുർഗന്ധം വമിക്കുന്നത് കണ്ട് നാട്ടുകാരാണ് പോലീസിൽ ഇക്കാര്യം അറിയിച്ചതും അങ്ങനെ ചിത്രപ്രിയയുടെ മൃതദേഹം കണ്ടെത്തുന്നതും. ഈ പഴക്കമുണ്ടായിരുന്ന മൃതദേഹമാണ്. 6-ാം തീയതി മുതൽ ചിത്രപ്രിയയെ കാണാനില്ലായിരുന്നു. ഇവിടെ നിന്നും കുറേ വെട്ടുകല്ലുകൾ അടങ്ങിയ ഒരു ഭാഗമാണിത്. ആ വെട്ടുകല്ലിലൊക്കെ രക്തക്കറയുണ്ടായിരുന്നു. പിന്നീട് ഈ അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. ഒപ്പം തന്നെ പോലീസിന് ചിത്രപ്രിയ കൂട്ടുകാരുമായി ബൈക്കിൽ പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തു. അലനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ തന്നെ താൻ മദ്യപിച്ച് തുടർന്ന് ചിത്രപ്രിയയുമായി വാക്കുതർക്കമുണ്ടാകുകയും അവിടുന്ന് കല്ലെടുത്ത് ചിത്രപ്രിയയുടെ ചെവിക്ക് താഴെ അടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നാണ് അലൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വേണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ അത്യാവശ്യമാണ്. ഇതിൽ പ്രധാനമായും പോലീസ് പറയുന്നത് ചിത്രപ്രിയയുടെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. എന്നാൽ മാത്രമേ ഈ കൊലപാതകത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാകുകയുള്ളൂ. ഇത്തരം കൊലപാതകങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ തുടർച്ചയായി ഉണ്ടാവുകയാണ്. എന്തായാലും ഈ പ്രതി അലന്റെ ഫോൺ ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിലൂടെ എന്താണ് ഈ കൊലപാതകത്തിലൂടെ, ഈ കുറ്റകൃത്യത്തിലൂടെ ഇയാൾ ഉദ്ദേശിച്ചത് എന്നതിൽ ഒരു വ്യക്തത ലഭിക്കും എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. കൊച്ചിയിൽ നിന്നും നിഷ ദിലീപാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്.